മധുരമാവൻ നാമമേനിക്കു പാർത്താൻ, എത്ര മധുരമാവൻ നാമമേനിക്കു പാർത്താൻ. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുവൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശുവൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ. ഓ യേശുവൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ഞായറാഴ്ച പകൽക്കാലത്തിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. I thank God for this blessed, beautiful Sunday morning worship. ആദരണീയനായ പാസ്റ്റർ സന്തോഷ് തെരിൻ അവറുകൾ, Respected Pastor Sandosh Therian, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി മിനി സിസ്റ്റർ, his dear wife Sister Mini. കുടുംബത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I praise God for that wonderful family. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിരിക്കുന്നതായ പാസ്റ്റർ എബിൻ അലക്സ് അവറുകൾ, Also our familiar pastor Ibn Alex, അസോസിയേറ്റ് പാസ്റ്റേഴ്സ് and the other associate pastors, സഹോദരി സഹോദരന്മാർ, all the brothers and sisters, വാത്സല്യ കുഞ്ഞുങ്ങൾ, dear children. എല്ലാവരും ഓർത്ത് ദൈവത്തിനെ സ്തോത്രം I ചെയ്യുന്നു. thank God for all of you. എല്ലാവരെയും കർത്താവ് ധാരാളം May അനുഗ്രഹിക്കുമാറാകട്ടെ. God bless all of you. ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. I know that you may not know me very well. എന്നാൽ പാസ്റ്റർ ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുത്തതുകൊണ്ട് ഞാൻ അധികമായി അതിനെക്കുറിച്ച് പറയുന്നില്ല. Since Pastor told me about briefly, I'm not going further. ഞാൻ തിയോളജിക്കൽ സെമിനാരിയിൽ MD പഠന ശേഷമായിട്ട് After my theological studies in theological seminary where I did MDiv, കോട്ടയത്തുള്ളതായിരിക്കുന്ന ഏതെങ്കിലും സഭയിൽ ശുശ്രൂഷിക്കാൻ ഉള്ളതായിരിക്കുന്ന അവസരം എനിക്ക് ലഭിച്ചിരുന്നു. I got an opportunity to minister in a church in the town of Kottayam. എന്നാൽ ഒരു രാത്രികാലം ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ While I was sleeping one night, ദൈവത്തിന്റെ ആലോചന എന്നോട് ശക്തമായി ഉണ്ടാകുവാൻ വേണ്ടി ഇടയായി തീർന്നു. there was a message from God that night at that time. വലിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ, Since I have anointed you to preach the gospel among the humble, പട്ടണം വിട്ട് നീ ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവിക ആലോചന ലഭിക്കാൻ വേണ്ടി ഇടയായി. God told me to move away from the town of Kottayam at that time. നിയോഗം ലഭിച്ചതനുസരിച്ച് ഞാൻ കോയമ്പത്തൂരിനടുത്തുള്ളതായിരിക്കുന്ന ഡോക്ടർ മുരളീധരന്റെ ട്രൈബൽ മിഷനിലുള്ളതായിരിക്കുന്ന ബദനി മെഡിക്കൽ സെന്റർ അവിടെയുള്ളതായിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ ചാപ്പലിനായും മിഷണറിയായും 7 വർഷക്കാലം പ്രവർത്തിപ്പാൻ ഇടയായി. As per God's anointing, I joined tribal mission team of Dr. Muralidharan near Coimbatore, where I joined as a chaplain in Bethany Mission Hospital. അന്ന് എനിക്ക് കോട്ടയത്ത് അവസരങ്ങൾ ലഭിച്ച ഓഫർ എന്ന് പറയുന്നത്, at that time the offer that I got while I was in Kottayam, നീ കോട്ടയത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ചർച്ചയൊക്കെ നിനക്ക് ലഭിക്കും. if you stay here you will get a good church, നല്ല കുടുംബത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിവാഹാലോചന ലഭിക്കും. you might get good proposals for marriage. അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല അവസരങ്ങളുണ്ട്. There are bigger opportunities here in this big town. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം, But the anointing of the Holy Spirit, ഇതെല്ലാത്തിന്റെയും കവിയുന്നതായിരുന്നു. it was beyond all these imaginations. ഇറങ്ങി തിരിച്ചു. I stepped out. അനേക കാടുകളും മലകളെല്ലാം കയറി ഇറങ്ങി. I climbed upon many hills and mountains. ഇവിടെ നമ്മൾ കണ്ടതായിരിക്കുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടപ്പോൾ, When I saw these visuals recently, ഇത് ട്രൈബൽ മിഷന്റെ വയനാട്ടിലായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. these are the ministry in Wayanad by tribal mission. അട്ടപ്പാടിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പ്രവർത്തനം നമുക്കുണ്ട്. We have also a blessed ministry in Attapadi. ഞാൻ ദൈവവചനത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. I would like to step into the word of God. നമുക്കറിയാം പ്രിയപ്പെട്ടതായ സന്തോഷ് പാസ്റ്ററുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഈ പ്രദേശത്ത് കടന്നു വന്ന് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത്രത്തോളം ദൈവം നടത്തുവാൻ വേണ്ടി ഇടയായി തീർന്നു. As we know that it was a great vision that God has given to Pastor Sandosh Therian that we have a big ministry here. ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. I thank God for that blessed family. ഞാൻ ദോഹയിലായിരുന്നപ്പോൾ ഞങ്ങൾ അധികം ദൂരം യാത്ര ചെയ്യാറില്ല, വാഹനം ഓടിക്കാറില്ല. While we were in Doha, we wouldn't drive this long usually. എന്നാൽ പാസ്റ്റർ പറഞ്ഞു ഇവിടേക്ക് കടന്നു വരണം, 3 മണിക്കൂറും 20 മിനിറ്റ്
മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു. When Pastor told me invited me to come here, he told the journey is 3 hours and 20 minutes. ഞങ്ങൾ യാത്ര തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഏകദേശം 4 മണിക്കൂറും 20 മിനിറ്റുമായി. But our journey took an hour extra on top of that. കാരണം ചോദിച്ചാൽ ഒരു എക്സിറ്റ് വിട്ടു പോയിട്ട് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് ബഫല്ല വഴി എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു. We lost our way on the way. Anyway, ദൈവം എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുവല്ലോ. God has been blessing us this far. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി for the meditation in Word of God. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Romans chapter 12 verses 2. verses 2. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ളായിരിക്കുന്ന വിശ്വാസികൾക്ക് അവർക്ക് ലേഖനം എഴുതി പ്രബോധിപ്പിക്കുന്ന ചില പ്രബോധന വാക്യങ്ങളാണ് ഈ അധ്യായങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. We read about Apostle Paul. He is trying to speak to the church in Romans and in these epistles. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to chapter 12, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, I am exhorting to you what God has given to me. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുന്ന യാഗമായി സമർപ്പിപ്പീൻ. You should submit yourselves as sacrifice to God in a godly manner. അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. I am coming to the second verse. ഈ ലോകത്തിന് അനുരൂപരാകാതെ, do not conform to the pattern of this world. ഒരൊറ്റ വാക്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. I would like to stick on to that verse. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. All of you please keep praying. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ആലോചനകൾ ഈ ആൽബിനുള്ളതായിരിക്കുന്ന ചർച്ചിനോട് അറിയിക്കാൻ വേണ്ടിയുണ്ട്. The Spirit of God is trying to exhort to you this morning. നമുക്ക് മാനുഷിക വചനങ്ങൾ കേൾക്കണ്ട. We don't want to hear human words. ഇവിടെ ആര് പ്രസംഗിക്കുന്നുള്ളതായിരിക്കുന്ന കാര്യത്തിൽ പ്രസക്തിയില്ല. It doesn't matter who is speaking here this morning. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കുന്നത്. But the Spirit of God is speaking to us this morning. എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. I don't know of anyone of you personally. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നതായ ദൈവം ഇന്ന് വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യത്തിലുണ്ട്. There is a God who knows every moment of us as we have been promised. എന്താണ് ഈ ലോകത്തിന്റെ അനുരൂപമാകാതെ എന്ന് പറയുന്നത്? What does it mean that we conform to the pattern of this world? ഹല്ലേലൂയ. Praise the Lord. നമ്മൾ വ്യത്യസ്തരായി തീരുക എന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. It is very difficult to be unique. എന്താണ് വ്യത്യസ്തത എന്ന് പറയുന്നത്? What does it mean to be unique? ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതാണോ അല്ലെങ്കിൽ ഈ വ്യത്യസ്തത എന്ന് പറയുന്നത്? It does not mean we flow according to the direction of the flow. ഇത് അമേരിക്കയാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. I know that we are here in the US. ഒരു ചർച്ചിൽ ഞാൻ കഴിഞ്ഞ ദിനത്തിൽ സംസാരിച്ചപ്പോൾ, when I was speaking in another church, അതിന് കഴിഞ്ഞ ശേഷം എന്നോട് ചില സഹോദരങ്ങൾ പറഞ്ഞു, after the meeting some brothers told me, പാസ്റ്റർ ഇത് അമേരിക്കയാണ്. Dear pastor, this is the US. ഒക്കെ ഡോക്ടറിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, if you speak doctrines as strictly as you do, ആളുകൾ വരത്തില്ല. people may not come to listen to you. ചില കോംപ്രമൈസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. We may have to do some compromise. ഞാൻ പറഞ്ഞു, I said, ഇത് അമേരിക്കയാണെന്ന് എനിക്കറിയാം. I know that this is US. ദൈവത്തിന്റെ വചനത്തിന് for the word of God, അമേരിക്കയെന്നോ കേരളമെന്നോ ഇന്ത്യയെന്നോ എവിടെയും ഒരു മാറ്റവുമില്ല. there is no distinguishness and there is no change for the word of God, no matter wherever it is. ദൈവത്തിന്റെ വചനം, for the word of God, അത് എവിടെയും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. it transforms human minds no matter where it is. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്നതാണ്. The people who are എവിടെയെല്ലാം ചെന്നിട്ടുണ്ട്, എവിടെയെല്ലാം മാറ്റങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. there are big changes that have been brought അത് ഈ around. ആൽബനിയിലും മാറ്റങ്ങൾ ഉളവാക്കാൻ വേണ്ടിയായി തീരും. It will do the same in Albany too. പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. The Holy Spirit is speaking to the youngsters here. ചുറ്റുപാടുകൾ വ്യത്യസ്തമായി തീരുക. You should be unique among your friends. ഹല്ലേലൂയ. Hallelujah. നമുക്കറിയാം, ഡാനിയലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, when we come to the book of Daniel, അവിടെ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തിൽ വീണ് നമസ്കരിക്കണം എന്നതായിരിക്കുന്ന നിയമം വന്നു. when the law came that everyone had to pray before the idol built by the king, അവിടെ ബാലന്മാർ പറയുന്നതായിരിക്കുന്ന ചില വചനങ്ങളുണ്ട്. there are some words that was told by them. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. Our God can protect us. എന്താണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്? What was the punishment? തീച്ചൂളയിൽ ഇട്ട് കളയണമെന്നുള്ളതായിരിക്കുന്ന നിയമമാണുള്ളത്. The law is that you will be thrown down into the fire. അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. They are proclaiming one thing. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. Our God can redeem us. ഇല്ലെങ്കിലും If
even if not, രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ വീണ് നമസ്കരിക്കുകയില്ല. even if we are not redeemed and protected, ഈ we will not worship. എടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്ന് തൽക്കാലം Can you take this decision this morning? ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ If whatever circumstance you are, വ്യത്യസ്തമായി തീരുവാനിടയായി തീരുമോ? to be unique and be distinguished. എന്റെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. My God can redeem you and protect you, ഇല്ലെങ്കിലും even if not. എന്ന് പറഞ്ഞാൽ എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങൾ വീണാലും Even if I am thrown into the fireball, ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് മാറ്റം വരുത്തുകയില്ല. there is no change in the decisions that we have taken. ഞങ്ങൾ സേവിക്കുന്ന ദൈവം The Lord that we serve, നമ്മൾ കേട്ടതുപോലെ അന്തിരാരക്കൊന്ന കണ്ണുള്ളവനാണ്. He has a sight of fire. ഏത് പ്രതിസന്ധിയിലും No matter what the ഞങ്ങളെ circumstances, വിടുവിക്കാൻ സാധിക്കും. He can redeem us. തുടർന്ന് നമ്മൾ കാണുന്നത് എന്താണ്? What we see after that, ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയിലേക്ക് ഭാര്യമാരെ ഇടുന്നതായിരിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. when those young men were put in the fireball, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. there is a statement said by the king. നമ്മൾ ഈ തീച്ചൂളയിലേക്ക് ഇട്ടത് 3 പേരെയല്ലേ ഇട്ടത്? We put 3 men into the fire. ഞാൻ നോക്കുമ്പോൾ ഒരുവനെ കൂടെ കാണുന്നുണ്ടല്ലോ. I am seeing a 4th man. നാലാമനായി ഒരു വ്യക്തിയെ കാണുന്നു. We see a 4th person. ഈ വ്യക്തി എവിടെ നിന്ന് വന്നതാണ്? How did this man come? ഹല്ലേലൂയ. Praise the Lord. എടുക്കുന്ന തീരുമാനം അത് സ്തോത്രം. നീ എടുക്കുന്ന തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ If you are firm in the decisions that you have taken, നാലാമനായി വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യം there is a presence of God that is being manifested as a വിശ്വാസമൂഹമേ, dear beloved. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗീയ സാന്നിധ്യമുണ്ട്. There is a heavenly presence that is going to come for you. 3 പേരെ ഇട്ടെങ്കിൽ If 3 people were put into the fire, നാലാമനായി ഇറങ്ങി വന്ന ദൈവിക I സാന്നിധ്യമാണ്. am the 4th person coming as the heavenly presence. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. There is a beautiful verse in the book of എന്നെ Hebrews. പലപ്പോഴും ബലപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു വാക്യം. It has strengthened me many times. വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുള്ളതായിരിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്? What does it mean? മോശയെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ When Moses was called out and distinguished, പലപ്പോഴും ഞാനും ദൈവത്തോട് പറഞ്ഞതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ I talked to God the same thing. എനിക്ക് വാക്സാമർത്ഥ്യമില്ല. I am not that big of an orator. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണ്. മോശ പറയാ, I don't have big leadership qualities. എന്റെ സഹോദരനായിരിക്കുന്ന അഹ്റോൻ ഉണ്ടല്ലോ, My brother Aaron, എന്നെ വാക്സാമർത്ഥ്യമുള്ള വ്യക്തിയാ, he is a big orator. കഴിവുള്ള വ്യക്തിയാ. He has good qualities. അവനെ തെരഞ്ഞെടുക്കണം. Can you pick him? ദൈവത്തിന്റെ വചനം പറയുന്നു, God's word is saying, യഹോവയുടെ കോപം the anger മോശയ്ക്ക് of നേരെ God, ജ്വലിപ്പാൻ വേണ്ടി ഇടയായി തീർന്നു. the anger of God, മോശ നീ എന്താണ് വിചാരിച്ചത്? the anger of God came toward അഹ്റോനെ Moses. എനിക്ക് അറിയാൻ മേലാത്ത വ്യക്തിയൊന്നുമല്ല. God is saying that I know Aaron, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കാൻ, since I am selecting ഞാൻ you, നിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. since I am assigning you, ഹല്ലേലൂയ. നീ തന്നെ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. you should become the leader. പിന്നെ ഈ വ്യക്തിയെ കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടെന്നാണ് ദൈവത്തിന്. What is the perception of God towards him? തന്റെ ജനത്തെങ്കിൽ തന്നെ ഹല്ലേലൂയ തന്നെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ പിശാച് ശ്രമിച്ചു. As Moses was born, the എന്നാൽ devil tried to destroy him. അവിടെ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത But God rescued him ഒരു ജനതയെ മുഴുവനും to lead a nation, അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി to redeem from slavery. വിക്കനായിരിക്കുന്ന മോശയെ The one who had stammering. നിനക്കിത് വായിക്കാൻ കഴിവില്ല നീ പറഞ്ഞാൽ This morning you may think that you don't have any quality. കണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ God has chosen you. ദൈവം നിനക്ക് വേണ്ടതായിരിക്കുന്ന കഴിവ് തരും. God will give you the required നിനക്ക് qualities. ദൈവം ലീഡർഷിപ്പ് ക്വാളിറ്റി തരും. God will give you the leadership qualities. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, As we all know, ലീഡർഷിപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. the biggest part of a leader is being a good communicator. ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി സ്കില്ല് വേണം. To communicate with people, you need good communication skills. ഇത് ആർക്കില്ല? മോശയ്ക്കില്ല. Moses doesn't have ഒരു this. കാര്യം പറയണമെങ്കിൽ If he has to say one thing, വളരെ ബുദ്ധിമുട്ടിയാ പറയുന്നത്. he says it with very difficulty. ഇങ്ങനെ പറഞ്ഞപ്പോൾ When he said like this, യഹോവയായിരിക്കുന്ന ദൈവം പറഞ്ഞു, the God said, നീ തന്നെ ആ കാര്യം ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും നിനക്ക് നാവായിട്ട് ആരെ ഏർപ്പെടുത്തി? ആഹരോനെ ഏർപ്പെടുത്താൻ വേണ്ടി ഇടയായി തീർന്നു. I am selecting you as a leader and Aaron will be your നമുക്ക് tongue. ദൈവത്തോട് ചോദിക്കാം, Let us ask God, കർത്താവേ, God, കഴിവുള്ളതായിരിക്കുന്ന അഹരോൻ ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളതായിരിക്കുന്ന അഹരോനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തുകൂടാ? why didn't you choose Aaron? He had
all the qualities? ലാവായിട്ട് ഒരു വ്യക്തിയെയും Why did you pick one as tongue, ലീഡറായിട്ട് വേറെ വ്യക്തിയും എന്തിനാണ് the തിരഞ്ഞെടുക്കുന്നത്? other one as a leader? ദൈവം നമ്മളോട് ഇപ്രകാരം പറഞ്ഞു, പറയും, God will say to us, ഞാൻ മോശയെ since I selected അവന്റെ Moses, ജനനത്തെങ്കിൽ തന്നെ കണ്ട വ്യക്തിയാ. I have selected Moses while he was ഇന്ന് born. നിന്റെ ജനനത്തിൽ തന്നെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ട്. Dear beloved, God has seen you while you are born, പക്ഷെ നിനക്കത് അറിയത്തില്ല. but you don't know that. നമ്മൾ പിന്നെയും കാണുന്നത്, As we go forward, ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ അവിടെയുള്ളതായിരിക്കുന്ന ആ പാലസിൽ താൻ ഇങ്ങനെ കഴിയുകയാണ്. in the palace of Pharaoh, as he was staying, അടുത്തൊരു ഫറവോനായിട്ട് വേണമെങ്കിൽ മോശയ്ക്ക് വരാമായിരുന്നു. he could have been the next Pharaoh, പക്ഷേ but മോശയുടെ കാഴ്ചപ്പാട് ഡിഫറന്റ് ആയിരുന്നു. the perception of Moses was ഇന്ന് different. തൽക്കാലം പേരൻസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. Dear parents, I want to say to you one thing. എങ്ങനെയാണ് ഈ പാലസിലായിരിക്കണം മോശയ്ക്ക് തിരിച്ചറിവ് ലഭിച്ചത്? How did the Moses who was in the palace got that realization? മോശയെ വളർത്തേണ്ടതിന് അമ്മയെ പാലസിൽ കൊണ്ടുവന്നു ദൈവത്തിന്റെ ആലോചന പ്രകാരം. To take care of Moses, God brought his mom to the palace. മോശയോട് ഇപ്രകാരം ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിരിക്കാം, She would have told Moses like this: മോനെ നീ പാലസിലായിരിക്കുമ്പോഴും dear son, as you are in the palace, നീ രാജകീയമായി നീ അനുഭവത്തിലായിരിക്കുമ്പോഴും you are enjoying all the kingly pleasures. നമ്മൾ ഇവിടുത്തുകാരല്ല. We are not from here. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ഇതിനു വേണ്ടിയല്ല. God has not chosen us for this. അതാണ് എബ്രായ ലേഖനക്കാരൻ എഴുതുമ്പോൾ പറയുന്നത്, തൽക്കാല ഭോഗത്തെക്കാളും യേശു ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന കഷ്ടം അനുഭവിക്കുന്നത് വെറുതെ തെരഞ്ഞെടുത്തതല്ല, അവന്റെ ഉള്ളിൽ വളർന്നായിരിക്കുന്ന കാഴ്ചപ്പാടായിരുന്നു അത്. ഹല്ലേലൂയ. That's what the author of Hebrew is saying, that it's not for the pleasures of this നിന്റെ world. ആറ്റിറ്റ്യൂഡിൽ നീ ഡിഫറന്റ് ആയിരിക്കുക. Your attitude should be changed. ഈ ലോകത്തിന് അനുരൂപമാകാതിരിക്കുക. It should not be conformed to this world. നീ സമൂഹത്തിൽ വ്യത്യസ്തമുള്ളവനായി തീരുക. You should be different from among your society. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്. We read a beautiful verse in the book of Numbers. When Israelites reach the Paran, അടുത്തതായി കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. they are going to enter into the kingdom of Canaan. മോശയോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, God is speaking to Moses like this: ഈ കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് as we are going to step out to look into Canaan, 12 ഗോത്രപിതാക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് 12 പേരെ തെരഞ്ഞെടുക്കണം. I have selected 12 tribal leaders. ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോകുക. They are going to look for the nation. ദേശമെല്ലാം ഉറ്റുനോക്കി 40 ദിവസം കഴിഞ്ഞിട്ട് ഇവർ മടങ്ങി വന്ന് റിപ്പോർട്ട് മോശയോട് കൊടുക്കുന്ന ഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. We read that portion in Numbers chapter 14. എന്താണ് റിപ്പോർട്ട്? What was the report they gave after 40 days of lookout? 10 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുകയാണ്, ദേശത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയില്ല. 10 of the 12 people are saying that we cannot proclaim that nation. പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. They were telling whatever they said is true. അനാക്കിന്റെ മല്ലന്മാർ അവിടെയുണ്ട്. There are the soldiers of Anak. ആകാശത്തോളം പൊക്കമുള്ളതായിരിക്കുന്ന ഗോപുരങ്ങളുണ്ട്. There are big towers. അതുകൊണ്ട് ഒരിക്കൽ പോലും നാം ദേശത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയില്ല. We cannot attack that nation. ഒരിക്കൽ പോലും സാധിക്കുകയില്ല. We cannot. എന്നാൽ അതിൽ 2 പേര് നിന്നുകൊണ്ട്, But 2 people among them, യോശുവയും കാലേബും, Joshua and Caleb, 2 പേര് നിന്നുകൊണ്ട് പറയുകയാണ്, 2 out of the 12, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ. if God pleases us. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം പറയാൻ സാധിക്കും? How many of you can say this morning, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ if God pleases us, ഈ ആൽബനിയിൽ ചില വിടുതൽ നടപ്പാൻ വേണ്ടി ഇടയായി തീരും. we can have some redemption here in Albany. ശക്തിയായി നിങ്ങളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഇടയായി തീരും. God will use you mightily. നിങ്ങൾ ദേശത്ത് വ്യത്യസ്തങ്ങളായി തീർന്നാൽ, If you became separated from the society, ദൈവശക്തിയായി നിങ്ങളെല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ഇടയായി തീരും. God's power will come upon you and will use you. കർത്തൃദാസൻ ലീഡർഷിപ്പിൽ In the leadership of pastor, ഈ ദേശത്തെ തന്നെ പിന്നിൽ നമ്മൾ ഉറച്ചു നിന്നാൽ, if we stand firm in this town, ഈ ആൽബനി മാത്രമല്ല, not just this here in ഈ Albany, ന്യൂയോർക്ക് മുഴുവനായി, ഈ ദേശം മുഴുവനായി നമുക്ക് പിടിച്ചെടുക്കാൻ we സാധിക്കും. will be able to redeem this whole nation, this അത് city. നമ്മുടെ സ്വന്തമായ കഴിവുകൊണ്ടല്ല. It's not because of our own abilities. അനാക്കിന്റെ മല്ലന്മാരുണ്ടാകാം. There might be persecution. ആകാശത്തോളം പൊക്കമുള്ള ഗോപുരങ്ങൾ ഉണ്ടാകാം. There might be big towers. കാര്യങ്ങളൊക്കെ ശരിയാ. No, we know all these things. എന്നാൽ
യോശുവയും കാലേബും പറഞ്ഞതുപോലെ But as Joshua and Caleb said, എത്ര പേർക്ക് പറയാൻ സാധിക്കും? how many of you can say, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, if God pleases us? എന്നോട് ചേർന്ന് പറഞ്ഞു, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, Together with me, please say, if ഈ God pleases ദേശത്തെ us, പിടിച്ചെടുക്കാൻ വേണ്ടി പോകുക. we will be able to redeem this nation. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the name of Jesus. ആൽബനി മാത്രമല്ല, Not just Albany, ഓഗസ്റ്റർ മാത്രമല്ല, not just ഈ Onianta. ദേശത്തെ അവകാശമായി നമ്മൾ ചോദിക്കുക. We can proclaim this ഇവിടെയുള്ള nation. പൈശാചിക ബന്ധനങ്ങള്, All the satanic capabilities, ഇവിടെയുള്ളതായിരിക്കുന്ന പൈശാചിക മേഖലകള് all the satanic realms. വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് പറയാം, let us stand firm against them. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, If God pleases us, ഈ ദേശത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുക. we should be able to redeem this nation. ഈ രണ്ടുപേരുടെ ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് As a statement from these two people, സമൂഹത്തിൽ ആ ഇസ്രായേൽസിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല. it did not make a big movement among Israelites. അവരെ മോശയ്ക്കെതിരായി സംസാരിച്ചു. They started speaking against Moses. ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത്? They were asking, why did you bring ഞങ്ങൾക്ക് here? മിസ്രൈമിൽ എല്ലാ സൗകര്യങ്ങളും We ഉണ്ടായി. had everything back in Egypt. അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. Weren't there enough graves there in Egypt that you brought us here? ഞങ്ങൾ ഇവിടെ മരിക്കാൻ വേണ്ടി പോകുകയാണ്. We are going to die here. എന്നാൽ അതിന്റെ മധ്യത്തിലും But in midst of that, രണ്ടുപേര് വ്യത്യസ്തതയുള്ളവരായി തീർന്നു. two people are separated. അവർ പറയുകയാണ്, നമുക്ക് ദേശത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. They are saying we can proclaim this ഞാൻ nation. ചോദിക്കട്ടെ, മറ്റുള്ളവർ പറയുന്ന പോലെയാണോ നമ്മൾ സംസാരിക്കുന്നത്? Can I ask you, do we speak according to how others speak? അവരുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? Is our attitude similar to theirs? ഒരു വ്യക്തി പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ, If a person is going through struggle, അവന്റെ അടുത്ത് ചെന്നിട്ട്, if you go near them, സഹോദരൻ നമുക്ക് പ്രാർത്ഥിക്കാം, dear brother, I can pray for you. നമുക്ക് പാസ്റ്ററുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയാം, Let us go and talk to the pastor. നമ്മുടെ ആലയത്തിലേക്ക് നമുക്ക് കടന്നു Let us പോകാം, go to the church. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാം, Let us worship together. അവിടെ ദൈവത്തെ രോഗസൗഖ്യം പ്രാപിപ്പാൻ വേണ്ടി ഇടയായി തീരുമെന്ന് പറയണം. We will be able to get the redemption. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? What happened? ഹല്ലേലൂയ. ഈ രണ്ട് വ്യക്തികളുടേതായിരിക്കുന്നതായ ഞാൻ ഇപ്രകാരം ചോദിക്കട്ടെ, Let me ask you like this. സ്വാഭാവികമായും ഒരു മജോറിറ്റി പറയുന്നതിന് കൂടിയാണോ ആളുകൾ പോകുന്നത്, മൈനോറിറ്റി കൂടിയാണ് ആളുകൾ പോകുന്നത്? Usually, how does people go? Does it go according? മജോറിറ്റി പറയുകയാണ് നടക്കില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ എന്ത് ചിന്തിക്കും? If majority says that it will not happen, മജോറിറ്റി കൂടിയേ ആളുകൾ നിൽക്കുകയുള്ളൂ. people will go according to the majority. കാരണം അങ്ങനെയാണ് സമൂഹം. That's how the society is built. എന്നാൽ അതിന്റെ മധ്യത്തിൽ But in the midst of that, രണ്ടുപേര് വ്യത്യസ്തമുള്ളവരായി തീരുക. two people were unique. അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. The Holy Spirit has written a verse like ഒന്ന് this. വായിക്കാമോ? Can you read? വായിക്കാമോ? ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നതായിരിക്കുന്നതായ ഓരോ സ്റ്റേറ്റ്മെന്റ്, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. പറഞ്ഞു വായിച്ചോളൂ. നോ സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഓ എന്റെ ദാസനായ കാലേബോ, ഇതാര് പറയുകയാണ്? വേറൊരു സ്വഭാവമുള്ളത്. He has a different spirit. എന്താ വേറെ സ്വഭാവമുള്ളത്? What does it mean to have a different spirit? എല്ലാവരും പറഞ്ഞു നടക്കുന്നില്ല എന്ന് പറഞ്ഞു. Everyone is saying it won't happen. എന്നാൽ കാലേബ് യോശുവയും പറയുകയാണ്, But Caleb and Joshua is saying കാര്യങ്ങൾ നടക്കും. it will happen. പ്രയാസങ്ങൾ ഉണ്ടാകാം, There might be troubles. തടസ്സങ്ങൾ ഉണ്ടാകാം, There might be stumblings. നമുക്ക് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കില്ല, കാര്യങ്ങളൊക്കെ ശരിയാണ്. It won't happen as smooth as we are talking. എന്നാൽ യഹോവ നമ്മിൽ പ്രസാദിക്കും. But God will please in us. ഹല്ലേലൂയ. യഹോവ നമ്മിൽ പ്രസാദിക്കും. God will please in us. എത്ര പേർക്ക് പറയാൻ സാധിക്കും? How many of you can say this? എന്റെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടും, My struggles will go എന്റെ away. രോഗങ്ങൾ തൽക്കാലം മാറിപ്പോകും. My sickness will go away. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദ വർഷം ഇന്ന് തൽക്കാലം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you are expecting the pleasing from എന്റെ God? ദാസനായ കാലേബോ, My dear servant Caleb, അവന് വേറൊരു സ്വഭാവമുണ്ട്. he has a different spirit. യങ്സ്റ്റേഴ്സിനോട് തൽക്കാലം പറയട്ടെ, Let me tell you, the youngsters, ഇത് അമേരിക്ക ആയിരിക്കാം, this might be the United States. കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കാം. The things will be different here. ഇവിടെയുള്ളതായിരിക്കുന്ന യങ്സ്റ്റേഴ്സ് പലരും Many of the youngsters here, അവർ കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ since I have seen them worshiping എന്റെ ഹൃദയം God, നന്ദിയോടെ നിറയാൻ വേണ്ടി my ഇടയായി. heart was filled with joy. ഹല്ലേലൂയ. Hallelujah. ദേശത്തെ അവകാശമാക്കണമെങ്കിൽ To proclaim the nation, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ not only because by അവന്റെ കൊള്ള പങ്കിടുവാൻ വേണ്ടി ഇടയായി തീരുകയില്ല. ഈ hallelujah, ദേശത്ത് വ്യാപരിക്കുന്നതായ all the spirit that is അന്ധകാര ബന്ധനങ്ങളെ, the
the powers of യേശുവിന്റെ darkness. അധികാരമുള്ള നാമത്തിൽ പിടിച്ചു കെട്ടാതെ In the name of Jesus, we ഇവിടെ ചില proclaim. ആത്മാക്കൾ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ There are many things that have been standing against people ചില coming here. ചില അന്യായ ബന്ധനങ്ങൾ അറിയപ്പെടണം. The powers of darkness. വ്യത്യസ്തതയുള്ളവരായി തീരണം എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ഹാളിൽ മെസ്സേജ് എന്ന് പറയുന്നത്. My message today morning is to be unique. വ്യത്യസ്തമുള്ളവരായി തീരണം. What are the areas that we need to be unique? സംസാരത്തിൽ വ്യത്യസ്തമുള്ളവരായി തീരണം. In our speech, ആറ്റിറ്റ്യൂഡിൽ വ്യത്യസ്തമുള്ളവരായി in തീരണം. our attitude. എല്ലാവരും പറയുന്നതിന് പറയുകയല്ല നമ്മൾ പോകേണ്ടത്. We should not do how others അവരുടെ മധ്യത്തിൽ do. നിന്നുകൊണ്ട് പറയണം, In midst of them, കർത്താവ് നമ്മൾ പ്രസാദിക്കും, God will please in നമ്മൾ us. ദേശത്തെ അവകാശമാക്കും. We will be able to ഈ proclaim this രണ്ടുപേരുടെ nation. റിപ്പോർട്ട് The report from these two people, കനാൻ ദേശത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചതുപോലെ they were able to acquire the nation of Canaan. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ In this society, in this generation, ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, if God has seen one person, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ as I told you earlier, പ്രിയപ്പെട്ട സന്തോഷ് പാസ്റ്ററും ആ ഫാമിലിയും കംഫോർട്ട് സോണിൽ നിന്നാണ് ഇവിടേക്ക് കടന്നു വന്നത്. dear Pastor Santosh and family, they came from a comfort zone. വിഷണറിയായി പ്രവർത്തിക്കുന്നുണ്ട്. He is a good visionary. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഈ ദേശത്തെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ വേണ്ടിയിടയായി തീർന്നു. His vision has been because of his vision, many people came into താൻ God. മാത്രമല്ല, Not just him, തന്റെ ഫാമിലിയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നതായ വ്യക്തികളാണ്. his family also supported him. ഹല്ലേലൂയ. ദൈവം തന്റെ ദാസനെ ശക്തമായി ദിവസങ്ങളിൽ ഉപയോഗിക്കുമാറാകട്ടെ. May God bless the dear servant of God. രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ അനേകയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുന്നതിന് വേണ്ടി ആ കുടുംബത്തെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. May God use that family to be a blessing among nations. ചില വാക്കുകളോടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. Let me conclude my message after saying a few more things. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ഡേവിഡ് എന്ന വ്യക്തി നമുക്കെല്ലാം വളരെ സുപരിചിതനായ വ്യക്തിയാണ്. We know David is a familiar person to all of us. പ്രവാചകൻ ഇശായുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഒരു വ്യക്തിയെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ, When the prophet came to the house of Isaiah and was looking for the next king to be anointed, ഡേവിഡ് സീനിലേ ഇല്ല. David was nowhere in the scene. ഡേവിഡ് എവിടെയാണ്? Where were David? താന് കാട്ടിലാണായിരിക്കുന്നത്. He was in the forest. സ്വാഭാവികമായും Usually, ഒരു കുടുംബത്തിൽ അടുത്ത രാജാവായി ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, if someone is trying to anoint the next king from a family, ആ ഫാമിലി ഡേവിഡിനെയും കൂടെ ഇൻഫോം ചെയ്യണമായിരുന്നു. that family should have informed David, എന്നാൽ മറന്നു കളഞ്ഞു. but they forgot about him. ഓരോ വ്യക്തിയെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ അഭിഷേക തൈലമായി ചെല്ലുമ്പോൾ, When the prophet was going among all the people in the anointing oil, തെരഞ്ഞെടുത്തിട്ടില്ല. I have not selected any of them. അവസാനമായി പ്രവാചകൻ ചോദിക്കുന്നു, At the end, the prophet is നിന്റെ asking, ഭവനത്തിൽ നിനക്ക് ഇനി മക്കൾ അവശേഷിക്കുന്നുണ്ടോ? do you have any more children? ഒരു വ്യക്തിയുണ്ട്, One more is there. അവൻ വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. He is in the forest. He is a shepherd. നമുക്ക് ഇശായിയോട് ചോദിക്കാം, Let us ask Isha, അടുത്ത രാജാവായി നിന്റെ ഭവനത്തിൽ ഒരു വ്യക്തി അഭിഷേകം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, since we are deciding to anoint someone from your family as the next king, ആ മകനോട് കൂടെ ഒന്ന് പറയാമായിരുന്നല്ലോ. was it not better to tell him as well? പ്രവാചകൻ പറയുന്നതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. There is a portion that prophet says, അവനെ വിളിച്ചുകൊണ്ടുവരിക. bring him here. അവൻ കടന്നു വരുമ്പോൾ As he is coming, ദൈവത്തിന്റെ ആലോചന പ്രവാചകനോട് പ്രകാരമുണ്ടായി. God's word came to the prophet. നീ തള്ളിതായിരിക്കുന്നതായ, നീ മാറ്റി നിർത്തതായിരിക്കുന്ന ഈ വ്യക്തി അടുത്ത രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. The one that family neglected is being anointed as the next king. അവിടെ പരിശുദ്ധാത്മാവ് ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. The Holy Spirit has specified one verse മനുഷ്യനാണ് there. മുഖവും പൊക്കവും സൗന്ദര്യവും നോക്കുന്നത്. The man looks at the external appearance. യഹോവയോ മനുഷ്യന്റെ ഉൾപ്പുകളെയും, ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയങ്ങളെയും നോക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുക. God looks into your inner man. ഞാൻ ചോദിക്കട്ടെ, Let me ask you one thing. സ്തോത്രം, നമ്മളൊരു ജോലിക്ക് വേണ്ടി ഒരാളെ ആക്കി വെക്കുമ്പോൾ, If we select one person for a job, നമ്മൾ എക്സ്പീരിയൻസ് നോക്കും, we look at their experience, ക്വാളിഫിക്കേഷൻ നോക്കും, we look at their qualification, പേഴ്സണാലിറ്റി നോക്കും, we look at their personality, ലോകപ്രകാരം പല കാര്യങ്ങളും നോക്കും. we look many characteristics according to the world. കർത്താവായ ദൈവം But God Almighty, മുഖവും പൊക്കും സൗന്ദര്യവും പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയിരുന്നെങ്കിൽ, if he started looking at your കഴിവിന്റെ personality, അടിസ്ഥാനത്തിലാണ് നോക്കിയിരുന്നെങ്കിൽ, if he was looking at ഈ your qualities, കൃപയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. he wouldn't have come down. അതുകൊണ്ടാണ് താന്
സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദ് ഇപ്രകാരം പറഞ്ഞത്. That's why when the psalmist was, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. even if my parents have rejected, my God will uphold me. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വാക്കുകളെ ചുരുക്കിയ, Let me tell you one more thing. അപ്പൻ മറന്നു കളഞ്ഞാലും, Your parents may forget അമ്മ you, മറന്നു കളഞ്ഞാലും, your mom may forget സഹോദരങ്ങൾ മറന്നു you, your കളഞ്ഞാലും, brothers may neglect you. ആരെല്ലാം നിന്നെ മറന്നു കളഞ്ഞാലും, No matter who forgets you, എന്നെ ഇതിനെ മറക്കാത്ത ഒരു സ്വർഗ്ഗമുണ്ട്. there is a heaven and God who does not forget you and me. സന്തോഷമുണ്ട്. How many of you are happy this morning? നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി തീർന്നു. Many a time we are in, എന്നാൽ എന്റെ കർത്താവ് വിശ്വസ്തനുള്ളവനാണ്. but my God was faithful. സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു കാര്യമുണ്ട്. There is a verse like this in Psalm. ഇസ്രായേൽമക്കളുടെ ബന്ധത്തിൽ പ്രകാരം പറയുന്നുണ്ട്. In the context of Israelites. 40 ആണ്ട് എനിക്ക് തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. For 40 years I was upset with them. ഇസ്രായേൽമക്കളെ കുറിച്ച് പറയുന്നതാണ്. It's about Israelites. എന്റെ ചോദ്യം, My question, അപ്പത്തിന് അപ്പം കൊടുത്തു, he gave food for food. ശക്തന്മാരുടെ ഭോജനമായിരിക്കുന്ന മന്ന കൊടുത്തു, He gave the manna. ഇറച്ചി വേണമെന്ന് പറഞ്ഞ് ഇറച്ചി കൊടുത്തു. He gave the meat. പകൽ മേഘസ്തംഭമായിരുന്നു, There was cloud in the morning. രാത്രിയിൽ There അഗ്നിസ്തംഭമായിരുന്നു. was fire in the night. ദൈവം വിശ്വസ്തനായിരുന്നത് കൊണ്ട് God was faithful to them. തലമുറയോട് നീരസം ഉണ്ടായിരുന്നെങ്കിലും, Even though there he was upset against the generation. വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ട് വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോവാൻ എന്റെ കർത്താവ് മനുഷ്യനല്ലായിരുന്നു. Our God was not a man who had ആരെല്ലാം promised. വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോയാലും, No matter who have promised and walked എന്റെ away, കർത്താവ് വിശ്വസ്തതയുള്ളവനാണ്. my God is faithful to keep the അവൻ promises. വഴിയിൽ വെച്ചിട്ടിട്ട് പോകുന്ന ദൈവമല്ല. He will not forget you in the ഈ ദൈവം midway. ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. My God is faithful forever. ജീവ വരുന്നവൻ നമ്മളെ നടത്തുന്ന ദൈവമാണ്. He will lead us lifelong. എല്ലാ കണ്ണുകളും പറയട്ടെ. Let us bow before God. വാഴ്ത്തപ്പെട്ട കർത്താവേ, Dear beloved God, ഈ ആൽബനിലുള്ളായിരിക്കുന്ന വിശ്വാസ സമൂഹത്തെയും സഭയെയും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. we submit this church and this people into your hands. കർത്താവേ, ഈ സഭയെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. Dear God, bless this church. അങ്ങയുടെ അഭിഷക്തനായ സ്തോത്രമപ്പാ. We pray for your servants, Lord. തന്നിൽ കൊടുത്തിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടനായ We സ്തോത്രമപ്പാ. pray for the spiritual vision that you have given. ആ കുടുംബത്തെ ദേശത്തേക്ക് കൊണ്ടുവന്ന് Since you have brought them to this city, ഇവിടെ പ്രവർത്തിപ്പുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തല്ലോ. you have opened up the ways for them here. കുടുംബത്തെ ദേശത്ത് ഉപയോഗിക്കുമാറാകണമേ. May you use them here mightily. ആൽബനി മാത്രമല്ല കർത്താവേ, ഈ ന്യൂയോർക്ക് പട്ടണത്തെ നേടുവാൻ, Not just Albany, to proclaim the whole nation. ഈ അഭിഷേകത്തിന്റെ കരങ്ങളെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. May you use this mighty man, തന്നോട് കൂടെ Lord. പ്രവർത്തിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനായി സ്തോത്രം. We pray for all the believers with him. ഇന്ന് പൽക്കാലം അങ്ങനെ സഞ്ചരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കായി സ്തോത്രം. We pray for all the believers ഞങ്ങളെ here. ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. Bless us all of us, Lord. പ്രാർത്ഥികൾക്കായി സ്തോത്രം. In Jesus' name, യേശു കർത്താവിനെ വിലപ്പെട്ട നാമത്തിൽ തന്നെ. amen. ഇത്ര സമയം അനുവദിച്ചതായിരിക്കുന്ന ദൈവസഭയോടും വിശേഷ അഭിഷേകത്തിനുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവും വന്ദനം അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. കർത്താവിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങൾ ഇവിടെ നമ്മൾ കേട്ടു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്ക് തിരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ചു. മിസ്രൈമിൽ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. എന്തുകൊണ്ടാണെന്ന് 25-ാം അധ്യായ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 26-ന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഫോർ ഹി വാസ് ലുക്കിംഗ് ടു ദ ഗ്രേറ്റ്ലി റിവാർഡ്. അവന് ഈ ഭൂമിയിലുള്ളതൊക്കെ വേണ്ട എന്ന് വെക്കാൻ കാരണം സ്വർഗത്തിൽ എന്തോ ഒരു വലിയ റിവാർഡ് താൻ ഈ ഭൂമിയിൽ നിന്ന് കണ്ടു. ഹി വാസ് ലുക്കിംഗ് ടു ദ ഗ്രേറ്റ് റിവാർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കംഫോർട്ട് സോണുകളൊക്കെ വിട്ട് മിഷൻ്റെ ഭാഗമായി ഈ ലോകത്തിൻ്റെ നിന്ദകൾ വേണ്ട, ധനം എന്ന് വേണ്ട, ഇതിലത്തെ കാര്യം പ്രഷേഴ്സ് വേണ്ട എന്നൊക്കെ വെക്കുന്നറിയാമോ? വി ആർ ലുക്കിംഗ് എഹഡ്. നമ്മൾ മുമ്പിലേക്ക് നോക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്തന്മാരൊക്കെ അങ്ങനെ കണ്ടവരാ. ഒരിക്കലും ഒരു ഭക്തൻ പാടി, ഏറെ നാളായി കാൺമാൻ ആശയായി. നിങ്ങൾക്ക് ആശയുണ്ടോ ആ റിവാർഡ് കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വാങ്ങിക്കാൻ? എന്നെ ശ്രദ്ധിക്കണേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ആശയുണ്ട്? ഇവിടെ നിന്നുകൊണ്ട് നമ്മളത് കാണണം. കാണുമ്പോഴാണ് ആ ഭംഗിയും ഈ ഭംഗിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഞങ്ങളത് വാഞ്ചയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്രത്യാശയോടെ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഏറെ നാളായി
കാൺമാനാശ. തുടക്കം എങ്ങനെയാണ്? ലോകെ ഞാൻ ഓട്ടം തികച്ചു. ഇന്ന് നാം ഇവിടെ ആരാധിക്കുമ്പോൾ ഭക്തന്മാർ അന്ന് കണ്ട് ആരാധിച്ച, അവർ വിശ്വാസത്തിൽ കണ്ട ആ റിവാർഡ്, ആ ദേശം ആത്മാവിൽ കണ്ടുകൊണ്ട് നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നാഥൻ പേർക്കായി ഈ ഭൂമി നമ്മൾ സേവ ചെയ്താൽ താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോരോ ബഹുമാനങ്ങൾ, കിരീടങ്ങൾ. അത് കർത്താവിൻ്റെ കരത്തിൽ നാം പ്രാപിക്കാൻ പോകുക. ഇന്നിവിടെ ചില കംഫോർട്ട് സോണുകൾ വിട്ട്, ഇന്ന് ചില കഷ്ടങ്ങൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച്, ദൈവത്തിന് വേണ്ടി നാം ചില പ്രഷേഴ്സ് വേണ്ട എന്ന് വെച്ച് മോശയെ പോലെ വിശ്വാസ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ, നമ്മൾ ആ റിവാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് ഇന്ന് രാവിലെ ആ പ്രതിഫലത്തെ നോക്കിക്കൊണ്ട്, ആ പ്രത്യാശ തീരത്തെ നോക്കിക്കൊണ്ട് ആത്മാവിൽ പാടുവാൻ കഴിയും? ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. Thank you Jesus. തികച്ചു സ്വർഗ്ഗേ വിരുദിനായി ലോകെ ഞാനെന്നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമ പരനേശുരാജൻ സന്നിധാ പറന്നിടും ഞാൻ മറുരൂപമ പരനേശുരാജൻ സന്നിധാ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയരെ, ഏറെ നാളായി കാൺമാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയരെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതരനെ മാനിക്കുവാനാ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതരന്റെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. വീണകരേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകേലേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.
കപ്പെടാത്തരാ പുതുശാലേ നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തരാ പുതുശാലേ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയ പരനോടു കൂടെ വാഴുവേ. പ്രത്യാശയോടെ സദാകാലം ഞാൻ മണവാട്ടിയ പരനോടു കൂടെ വാഴുവേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുമ്പേ. ശുക്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുക്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുമ്പേ. ശുക്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 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 ശുക്രവസ്ത്രധാരിയായ എന്റെ പ്രിയൻ ബാലവശധാരേ Oh, hallelujah, hallelujah, hallelujah. Thank you, Jesus. Hallelujah. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുകളെ പുതുക്കുവീൻ. നമ്മൾ ഇവിടുത്തുകാരല്ല, വി ആർ ഫോറിനേഴ്സ്. നമ്മൾ പരദേശികളാണ്. ഇവിടെ നമ്മൾ മറ്റൊരു ദേശത്തേക്ക് പോകാനുള്ളവരാ. അത് ഇവിടെ കണ്ടുകൊണ്ട് ഈ ദേശത്തിൻ്റെ പാറ്റേണിന് അനുരൂപപ്പെട്ടു പോകാതെ എവറി ഡേ വി നീഡ് ടു ചേഞ്ച് അവർ മൈൻഡ്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക. ഇന്ന് പകൽ അതിനു വേണ്ടി സമർപ്പിക്കുവാൻ, കർത്താവെ ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടവനാണ്. എനിക്ക് ഈ ദേശവുമായിട്ടൊരു ബന്ധവുമില്ല. ഞാനിവിടെ ഒരു താൽക്കാലിക ജീവിതത്തിന് വന്നതാണ്. എനിക്ക് ഈ ലോകവുമായി ചേർന്ന് പോകാൻ എനിക്ക് പറ്റില്ല. ഒരു വ്യത്യസ്തനായി നിൽക്കാൻ കാലേബിനെ പോലെ ഒരു വേറൊരു സ്വഭാവം എനിക്ക് തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ദിസ് ഈസ് ദ ടൈം ഓഫ് ഓട്ടർ കോൾ. ഐ ആം ഗോയിങ് ടു കോൾ. ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെ ക്ഷണിക്കുകയാണ്. എനിക്ക് ലോകത്തിൻ്റെ സുഖം വേണ്ട, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ ഇമ്പം എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ പാർക്കാനുള്ളവനായതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഞാൻ അപ്പുറത്തെ റിവാർഡ് കണ്ടുകൊണ്ട് എന്നെ ഒന്ന് മാറ്റം ചെയ്യേണ്ടതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു പറയാൻ കഴിയുന്നു. പറ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. How many are ready to submit in the presence of the Lord? ദൈവസ്ഥാനത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കർത്താവേ, I don't need any pattern of this world. എനിക്ക് ഈ ലോകത്തിൻ്റെ ഒരു പാറ്റേണും വേണ്ടപ്പോൾ. ചിലതൊക്കെ വന്ന് ഞങ്ങളെ കയറിയിട്ടുണ്ട്, ചിലതൊക്കെ ഞങ്ങൾ വന്ന് പാറ്റിട്ടുണ്ട്. കർത്താവ്, ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ എനിക്ക് ഒരു ചേഞ്ച് ആവശ്യമുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ?
I'm going to pray for you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ. ഹല്ലേലൂയ. ഒരു ശരീരം നമുക്ക് വേണ്ടി ഒരുക്കി ദൈവം തന്റെ പുത്രനെ നൽകിയിട്ട് പറയുകയാണ്, നിന്റെ ശരീരത്തെ എനിക്ക് യാഗമായി തരാമോ? യേശു ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ഈ മനസ്സിനെ ഓർപ്പിച്ച് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്റെ പുത്രന്റെ ശരീരം നൽകിയെങ്കിൽ നിന്റെ ശരീരം എനിക്ക് യാഗമാക്കാൻ തരാമോ? That is the worship. അതാണ് ആരാധന, അതാണ് ആരാധന, അതാണ് ആരാധന. നമ്മുടെ ശരീരങ്ങളെ ജീവനും നമ്മുടെ ദേഹം ദേഹി ആത്മാവും ഒക്കെ ഒന്ന് ദൈവത്തിന് വേണ്ടി കൊടുത്ത്, കർത്താവേ എന്നെ യാഗമാക്കുന്നു എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, കർത്താവേ എന്നെ യാഗമാക്കുന്നു, എൻ്റെ മനസ്സിന് രൂപാന്തരപ്പെടുത്തണം, കളങ്കങ്ങൾ വന്നത് മാറ്റണം, ശരീരത്തിൽ വന്നെങ്കിൽ മാറ്റണം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? എല്ലാ കണ്ണും അടയട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്നു ചില വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് തരികയോ. ഈ മെസ്സേജ് ഇന്ന് വേണ്ടവരിനകത്തുണ്ടായിരുന്നു, എനിക്കറിയാം. എൻ്റെ മനസ്സിനൊരു മാറ്റം, എൻ്റെ മനസ്സിന് ശരീരത്തിനൊരു മാറ്റം, ഒരു സമർപ്പണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫോർ യുവർ പവർഫുൾ വേർഡ്. കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ അങ്ങ് നന്ദി പറയുക, ഞങ്ങളുടെ ദാസനെ ഉപയോഗിച്ച് നന്ദി പറയുക, ഞങ്ങളെ റിമൈൻഡ് ചെയ്തതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റില്ലല്ലോ കർത്താവേ, ഞങ്ങളത് നന്ദി പറയുക അങ്ങേക്ക്. ഞങ്ങളുടെ ജനത്തെ, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഈശോയെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്നും കൂടെ എന്നെ കഴുകണമേ, ഒന്നും കൂടെ ശുദ്ധീകരിക്കണമേ. ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. കർത്താവ് നമസ്കാരം. ദിസ് ഇസ് ടൈം ഫോർ ചിൽഡ്രൻസ് ടെസ്റ്റിമണി. All children come forward.